ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു ഗെയിംസ് വേൾഡ്. അപ്പം നമ്മൾ കളിക്കാൻ പോകണം പിന്നെ ഇംഗ്ലീഷ്. അപ്പോൾ ഗൈസ്, ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ബാംഗ്ലൂർ ട്രിപ്പ് പാർട്ട് 1 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു ഫെയിലായിരുന്നു. ഗൈസ്, ഇന്ന് നമ്മൾ മായാവിടെ ലുട്ടാപ്പ് എടുക്കാൻ വന്നിരിക്കുന്നുണ്ട്. നമ്മളെ യാലജി കൊണ്ടുപോകാനാണ്. അപ്പോൾ ഗൈസ്, ആ പഴയ വീഡിയോയുടെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആ വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ഇതാ വോയിസ് കറക്റ്റ് കിട്ടിയില്ല, അതിനകത്ത് കയറിയില്ല, എന്തോ ബഗ് എന്തോ ആയിരുന്നു. അപ്പം നമ്മൾ മായവിടെ ലുട്ടാപ്പി എടുത്തുകൊണ്ട് നമ്മുടെ ഗ്യാരേജിൽ പോകുന്നതാണ്. അതായത് സോമണ്ണൻ ഗൈസ് ഗ്യാരേജിൽ ഞങ്ങളൊക്കെ വിറ്റ്. അപ്പോൾ ആ ഗ്യാരേജ് നമ്മളിങ്ങനെ വാങ്ങിച്ച്. അതായത് ഞാൻ സോമണ്ണൻ്റെ ഗ്യാരേജ് എന്ന് പറഞ്ഞായിരുന്നല്ലോ, ട്രാവലർ ട്രിപ്പിൽ പറഞ്ഞെന്നാണ് തോന്നുന്നത്. അതായത് നമ്മുടെ ഗ്യാരേജിൻ്റെ നമ്മുടെ പറമ്പിൻ്റെ അപ്പുറത്തൊരു ഗ്യാരേജ് ഉണ്ട് ഗൈസ്, ആ ഗ്യാരേജിലാണ്. അപ്പോഴേ നമുക്ക് നേരെ മായവിടെ ലുട്ടാപ്പിയാണ് ഗൈസ്. വണ്ടീനെ പരിചിതമായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ വണ്ടി സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി താക്കോലൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തിരിക്കും. വണ്ടി ഒന്ന് ഓണാക്കിയായിരുന്നു ഗൈസ്, ഒന്ന് എയറൊക്കെ കയറ്റുവാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ ഗൈസ്? അതായത് വ്യൂസൊക്കെ ഉണ്ട്, ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ആരും അങ്ങോട്ട് ലൈക്കൊന്നും ചെയ്യുന്നില്ല, പിന്നെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നില്ല. അപ്പം ഏതാണ്ട് ഒരു 4 സബ്സ്ക്രൈബേഴ്സ് ഇത് ഉള്ളു. അവർ പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഗൈസ്. പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു നഷ്ടവും വരാൻ പോകുന്നില്ല ഗൈസ്, പക്ഷെ എനിക്ക് നഷ്ടമാണ് ഗൈസ്. ഞാൻ ഈ സ്റ്റോറേജ് ഇല്ലാത്ത ഫോണും വെച്ച് എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഭയങ്കര പണിയാണ് ഗൈസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഗൈസ്, പ്ലീസ് ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ തട്ടുമെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ജെറ്റ് ബസ്സാണ് എടുത്തിരിക്കുന്നത്. എന്തോ ഒരു സ്റ്റോറേജ് ഇഷ്യൂ കാരണം ശരിയാവുന്നില്ല, അതുകൊണ്ട് ഞാൻ ജെറ്റ് ബസ് എടുത്ത്. അപ്പം നമുക്ക് നേരെ പറപ്പിച്ച് അങ്ങോട്ട് വിടാം. അതെ, ഇത് നമ്മുടെ ശശിയണ്ണൻ്റെ ഗ്യാരേജാണ് കേട്ടോ. ഇത് ആ കഴിഞ്ഞ പോയത്. വളവായിരുന്നു, ഇപ്പം ഞാൻ ഇടിച്ച് കയറ്റിയാണ്. അപ്പം ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈറ്റ് ഇട്ടേ ഗൈസ്, നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നൊന്നും അറിയത്തില്ല, എനിക്കത് ബാക്ക് അടിക്കാൻ പറ്റത്തില്ല ഗൈസ്. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് വണ്ടിക്ക്, ഇടുക്കൻ ലൈറ്റൊക്കെ വെച്ച്. എന്താ പറയുക, നമ്മുടെ ഈ ഐ ലൈറ്റ് ഉണ്ടല്ലോ, ഈ മറ്റേ നിയോൺ ഐ, ആ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഗൈസ് നമ്മൾ ഗ്യാരേജിൻ്റെ അടുത്ത് പറയും കണ്ടതോ, ഇതാണ് ഗൈസ് ഗ്യാരേജ്. അതായത് നമുക്ക് അപ്പുറത്തുനിന്ന് കിട്ടാം ഗൈസ്. ഈ സ്ഥലം അറിയാവുന്നവർക്കറിയാം, നമ്മൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ഗ്യാരേജാണ്, പറമ്പാണ്. ഇപ്പം നേരെ വണ്ടി തിരിച്ചു കൊണ്ടുവരാം ഗൈസ്. സംഭവം ചെറിയൊരു ചുമ്പർക്കൊക്കെയാണ്. ചെറുക്ക ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഗൈസ്, അതുകൊണ്ടാണ് ചെറിയായിട്ട് ഇപ്പം എന്താ പറയുക അങ്ങനെ. ഇപ്പം ഈ ലൈറ്റും കേരളമൊന്നും വലുതായിട്ട് കയറ്റിയിട്ടില്ല. കുറച്ച് സ്ട്രിറ്റ് ലൈറ്റൊക്കെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പക്ഷെ അത് മിന്നുന്നുണ്ടെങ്കിലും അടിയിലോട്ടൊന്നും ഫ്ലാഷ് ആവുന്നില്ല. ഇത് ഇവിടുത്തെ മെയിൻ വണ്ടിയാണ്. അത് സത്യം പറഞ്ഞാൽ സോമണ്ണൻ്റെ വണ്ടിയാണ്. സോമണ്ണൻ നമുക്ക് തന്നെ അവിടെ ഇങ്ങനെ വെച്ചോന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, എടുത്ത് വെച്ചു. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം മൂലം അപ്ലോഡ് ചെയ്തതാണ്. അപ്പം ഞാൻ പുറത്തിറങ്ങി കാണിച്ചു ഗൈസ്. അസാഡും കൂടി ഇട്ടേക്കാം. ഇവിടെ അസാഡ് ഇട്ടിട്ടുണ്ട്. കണ്ട ഗൈസ്, ഈ ഹൈലൈറ്റ് കണ്ട ഗൈസ്, കണ്ട ഇങ്ങനെ കണ്ണ് ചെയ്യുമ്പോൾ. ഗൈസ് ഗ്യാരേജ് അത്യാവശ്യം വലിയൊരു ഗ്യാരേജാണ്. പിന്നെ ഇവിടെ എന്തോ ഒരു ബഗ് ഉണ്ട്. ഈ ഒരു സൈഡിൽ വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കണ്ടാ പിന്നെ പറന്നു കൂട്ടോ. സത്യം പറഞ്ഞാൽ ഒരു സംഭവമാണത്, അതെന്തോ ബഗ്ഗാണ്. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം കണ്ട സിമ്പിളായിട്ട് കയറി പോകുന്നു. ചില സമയത്തുള്ള ഒരു ഇതാണ്. അപ്പോൾ ബാക്കിലെ ബ്ലിങ്കറൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് കണ്ട ഈ ഒരു ലൈറ്റിംഗ് ആണ് വണ്ടിക്കുള്ളത്, അല്ലാതെ ഇങ്ങനെ വലിയ ലൈറ്റൊന്നും. ഗൈസ് അവിടെ കയറാൻ പറ്റിയെന്നല്ലായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇത് നമ്മുടെ ETS 2 ഒന്നും അല്ലല്ലോ, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാ സ്ഥലത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഗ്രാഫിക്സ് നല്ല കുറവാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ എൻ്റെ ഫോൺ ഇതൊക്കെ താങ്ങത്തുള്ളൂ, എൻ്റെ ഫോൺ ഇതൊക്കെ തന്നെ താങ്ങുന്ന പോലെ. വണ്ടി ഇച്ചിരി കയറി എന്ത് നടക്കും. എന്തായാലും അവിടെ കയറട്ടെ, ഒരുപാട് കയറ്റം നോക്കുന്നു. ഓക്കെ കണ്ട കണ്ട മായാവീര ലുട്ടാപ്പി. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായി, ഞാൻ ഒന്ന് വണ്ടി എടുത്ത് കാണിച്ചിട്ട് വരാം ഗൈസ്. അതായത് നമ്മുടെ ഈ ഒരു അടുത്ത് തന്നെയാണ് ഗൈസ്. പോസ്റ്റ് ഇടിച്ചില്ല കണ്ട. എൻ്റെ ഡ്രൈവിങ് എങ്ങനെയുണ്ട് ഗൈസ്? എക്സ്പീരിയൻസ്ഡ് ഡ്രൈവിംഗ് ആണ്. എനിക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഗൈസ്, പക്ഷേ കുറച്ചൊരു ചെറിയ മിസ്റ്റേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതായത് ഇപ്പം ഇത്ര പ്രോ ഡ്രൈവറാന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അവന് വണ്ടി ഓടിക്കാൻ അറിഞ്ഞല്ലേ. ഇതെങ്ങനെയുണ്ട് അപ്പോൾ മഴവേള ക്രൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ തല്ലി ഓടിക്കും ഗൈസ്. അപ്പം നമുക്ക് ഒരുപാട് ഷോ കാണിക്കാതെ വണ്ടി എടുത്തുണ്ടെങ്കിൽ പോവാം.
എൻ്റെ മോനെ അത്യാവശ്യം നല്ല സ്കില്ലായിട്ടുള്ള ഡ്രൈവർ തന്നെയാണ്. ഇതാണ് സംഭവം പറമ്പുള്ള പറമ്പിൻ്റെ ആ വളവ് വളഞ്ഞ തൊട്ടപ്പുറത്താണ് ഇവിടെ ഇതിങ്ങനെ കൊള്ളത് ഗ്യാരേജ്. അപ്പോൾ പുതിയ ഗ്യാരേജാണ്. അവിടെ ഇനി വണ്ടിയൊക്കെ പണിക്ക് വരും. അപ്പോൾ നമ്മുടെ നമ്മളെ ട്രാവലർ അന്നത്തെ ആ BMR വീഡിയോക്ക് ശബരിമല ട്രിപ്പിന് പോയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ ട്രാവലർ ഒരു ചെറിയ ഇടിച്ചിട്ടുണ്ട്. അവൻ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആ മോഡ് എന്തോ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. ഞാൻ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. പേരൊന്നും അടിച്ചിട്ടില്ല ചെക്കൻ്റെ പേര്. അപ്പം ആ വണ്ടി ശകലം പണിയായിട്ട് കിടക്കുകയാണ്. അത് ഇവിടുത്തെ ഗ്യാരേജല്ലേ, വേറൊരു ഗ്യാരേജിൽ നമ്മൾ കൊടുത്ത് ഏൽപ്പിക്കുമായിരുന്നു. അപ്പോൾ അവിടെ വണ്ടി കിടപ്പുണ്ട്. ഞാൻ വേണം ഒരു ദിവസം ഒരു വീഡിയോ ഇടാം. അപ്പോൾ ഗൈസ് നമ്മളെ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിയാറായില്ലേ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആശുപത്രിയായിരുന്നു ഗൈസ് മൊത്തം. എനിക്കൊരു വീഡിയോ എടുക്കാനോ ഒന്ന് കളിക്കാൻ പോലും പോകാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് എല്ലാവരും ക്ഷമിക്കുക. എൻ്റെ മോനെ പോസ്റ്റ് അടിച്ച് ഇല്ല ഗൈസ്, പോസ്റ്റ് അടിച്ചില്ല. എൻ്റെ മോനെ സ്കില്ല് ഡ്രൈവിങ് അത്രേ ഉള്ളു, നമ്മളെ സീനാണ്. അപ്പോൾ ഗൈസ് കഴിഞ്ഞ വീഡിയോ നല്ല ഫെയിലാണെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളൊന്ന് ക്ഷമിക്കുക ഗൈസ്. അത് ഞാൻ ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് വണ്ടി നേരെ തിരിച്ചിടാം. അപ്പോൾ ഗൈസ് ഇതൊരു കുഞ്ഞൻ വീഡിയോ ആണ്, എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം. വണ്ടി തിരിക്കുന്ന ഇച്ചിരി ടാസ്ക്കാണ്. എൻ്റെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് ആണ്, പക്ക എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് ആണ്. ചില സമയത്ത് ഈ ജെറ്റ് ബസ് ഓടിക്കാൻ ഇച്ചിരി അല്ലെങ്കിൽ ഇച്ചിരി പാടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെറ്റ് ബസ് ഓടിക്കാൻ നേരത്ത് വണ്ടി ഇങ്ങനെ ഇടക്കിടക്ക് വല്ല വഴിക്കൊക്കെ പോകും. സംഭവം ഇച്ചിരി ടാസ്ക്കൊക്കെയാണ് ജെറ്റ് ബസ് ഓടിക്കാൻ. എന്നാലും വണ്ടി എന്താ പറയുക, ഈ കുഞ്ഞു ഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല ഒരു ഓപ്ഷനാണ് ജെറ്റ് ബസ്. അപ്പം അങ്ങനെയാ നിർത്തിയാലും നമുക്ക് നോക്കണ്ട. അത്യാവശ്യം വലിയൊരു ഗ്യാരേജാണ്, എന്നാൽ ഇച്ചിരി ചെറുതുമാണ് കേട്ടോ ഗ്യാരേജ്. അപ്പോൾ അങ്ങനെയാണ് അതാ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരം പറയുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആദ്യമേ പറയേണ്ടത്. നമ്മളാദ്യം ആ വണ്ടി പോയി എടുത്തില്ല ഗൈസ്. അത് സത്യം പറഞ്ഞാൽ അവരുടെ എന്തോ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടെന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഗ്യാരേജിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ സംഭവം. പക്ഷെ അവരുടെ വണ്ടിയൊന്നും അവിടെ കാണാനില്ല. ഈ വണ്ടി എന്തോ പണിക്ക് കൊണ്ടുവന്നൊക്കെയാണ് പറഞ്ഞത്, എന്താണെന്നൊന്നും അറിയത്തില്ല. പൈസ എല്ലാതും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്നത്തെ വീഡിയോ